അങ്ങനെ ഈ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടേഴ്സിന് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് സിംറ്റംസ് പറയുന്നുണ്ട്. ഈ സിംറ്റംസൊക്കെ ഓരോരോ ഈ ഇയർ ബാലൻസ് ഇഷ്യൂൻ്റെ, മൈഗ്രെയിൻ്റെ അതും ഇതൊക്കെ ആയിട്ട് ഉണ്ട്, റിലേറ്റഡ് ആണ് സിംറ്റംസ്. അങ്ങനെ ഒരു സ്ട്രെസ് അനാലിസിസ് എടുത്തു. എനിക്ക് സ്ട്രെസ്സൊന്നും ഇല്ല. സ്ട്രെസ് അനാലിസിസ് നോക്കുമ്പോഴും എനിക്ക് സ്ട്രെസ്സൊന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അമ്മാവൻ, എൻ്റെ അമ്മയുടെ ബ്രദർ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു തിരുമേനിയുടെ അടുത്ത് പോകുന്നു. അമ്മാവനെ സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന ആളുകളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതാരും വിശ്വസിച്ചില്ല, എനിക്കും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെ എനിക്ക് കുറേ അസുഖങ്ങൾ വന്നു. അങ്ങനെ ഫേക്കായിട്ടല്ല, അങ്ങനെ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പോകും. പിന്നെ ഞാൻ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആയി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, മെഡിക്കലി ഓക്കെ ആകാത്ത ഒരു കാര്യം, എനിക്കിതിലൊന്നും തീരെ വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ പറയും, ഉറപ്പായിട്ടും യൂട്യൂബിൽ ഞാനത് ഷെയർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഇത് കുറേ പേര് അറിയണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ല. ഇത് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഇവരിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പണിയിട്ട് വീണു പോകും. അത് വലിച്ച് പുറത്തിടും ഞാൻ. അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് വന്നാലും ഞാനത് ചെയ്യും. അതിനുള്ള ധൈര്യം ഇത്രയൊക്കെ അനുഭവിച്ചപ്പോൾ ദൈവം തമ്പുരാൻ എനിക്കങ്ങ് തന്നു. സോ അങ്ങനെ എനിക്ക് ലിറ്ററലി എൻ്റെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. എനിക്ക് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വന്നു. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അസുഖം വരുമായിരുന്നു. പിന്നെ ഈ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് ഈ ഫൈബ്രോമയാൽജിയ എന്ന് ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ ഒരുപാട് ചെയ്തു. അനുഭവിച്ച വേദന എത്രയാന്ന് പറഞ്ഞാൽ തീരില്ല. ഇപ്പം ഈ ഒരു ആക്സിഡൻറ്റോടുകൂടി ഇത് എന്തിൻ്റെ സൈനാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ സംഭവിച്ചതൊന്നും എൻ്റെ കർമ്മഫലം കൊണ്ടല്ല. ഞാൻ ഒരാളെയും നോട്ടം കൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കൊക്കെ അതറിയാം. അപ്പോൾ ഇത് പ്യുവർലി ബ്ലാക്ക് മാജിക്കാണ് എന്നുള്ളത് എനിക്ക് നല്ല രീതിയിലറിയാം. സോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളിതുപോലെ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ മെഡിക്കലി അല്ലെങ്കിൽ ഒരു ശരിക്കും ഞാൻ പറഞ്ഞ ലോജിക്കൽ സൊല്യൂഷൻസ് എന്ന് പറയാം. പക്ഷേ ഈ ആസ്ട്രോളജിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഒരിക്കലും ലോജിക്കൽ അല്ല എന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ദർ ഈസ് സം സയൻസ് ബിഹൈൻഡ് ദാറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തും ഒരു ശാസ്ത്രമുണ്ട്. അത് നമ്മൾ ജീവൻ ചിലപ്പോൾ രക്ഷിച്ചേക്കും.